എൻ്റെ പ്രാർത്ഥന, ഉള്ളുരുകിയ പ്രാർത്ഥന പിതാവായ ദേവൻ ഒരിക്കൽ കേട്ടു. വർഷങ്ങൾക്കു ശേഷമാണ് അതുണ്ടായത്. ഹസ്തിനപുരത്തിലെ കൗമാരകാലം മുഴുവൻ തിരക്കേറിയ ദിവസങ്ങളായിരുന്നു. ശംഖും മൃദംഗവും വീണയും വേണുവും ചേർന്നുണ്ടാകുന്ന സംഗീതം പുലരുന്നതിനു മുൻപേ കേൾക്കാൻ തുടങ്ങുന്നു. ഉറക്കം വിട്ടുപോരാൻ മടിച്ച് പിന്നെയും കിടക്കും. കുറച്ചു കഴിയുമ്പോൾ ബ്രാഹ്മണരുടെ പുണ്യാഹഘോഷം, ഇടവിട്ടു ഭേരീനാദങ്ങൾ, അകലത്തെ പന്തികളിൽ നിന്ന് അനുസരണം കുറഞ്ഞ ആനകളുടെ ഒറ്റപ്പെട്ട ചീറലുകൾ, കുതിരക്കുളമ്പടിയോടൊത്ത് തേരുരുളുന്ന ശബ്ദം. അക്കാലത്ത് എനിക്ക് തോന്നിയിരുന്നു ഭൂലോകത്തിലെ ഏറ്റവും നല്ല സംഗീതം തേരുരുളുന്ന ശബ്ദമാണെന്ന്. ഞങ്ങൾ 5 പേരും തനിച്ചുറങ്ങാൻ തുടങ്ങിയിരുന്നു. ഓരോരുത്തർക്കും പരിചാരികന്മാരായി സൂതന്മാരുണ്ട്. സ്വന്തം ദാസിമാരായ ശൂദ്രസ്ത്രീകളുണ്ട്. രാവിലെ ഒരുങ്ങിക്കഴിഞ്ഞാൽ വേദപാഠശാലയിലെത്തണം. അവസാനം എത്തുന്നത് ഞാനായിരിക്കും. വലിയച്ഛൻ്റെ ഉണ്ണികൾക്ക് വേറെ സ്ഥലത്ത് വച്ചായിരുന്നു പാഠങ്ങൾ. വിതുരരുടെ മക്കളും ഞങ്ങളോടൊപ്പം പഠിക്കാനുണ്ടാവുമെന്ന് ആദ്യം കേട്ടിരുന്നു. അവർ വന്നില്ല. അവർ വരാത്തതെന്തെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, വരുന്നില്ലെങ്കിൽ അത്രയും നല്ലത്, ശൂദ്രരാണ്. വാതിൽക്കൽ വന്നു നിന്ന് നോക്കിപ്പോവാറുണ്ട് ഭീഷ്മപിതാമഹനും വിതുരരും. ഭീഷ്മപിതാമഹൻ വരുമ്പോൾ മാത്രം ഗുരുനാഥൻ എഴുന്നേൽക്കും, വന്ദിക്കും. തുടരാൻ ആംഗ്യം കാട്ടി അദ്ദേഹം ധൃതിയിൽ നടന്നു പോകും. പിന്നെ ശുകാചാര്യൻ പാർക്കുന്ന വസതിയുടെ അങ്കണത്തിൽ ആയുധപരിചയം. അവിടെയും ഞങ്ങൾ തനിച്ചായിരുന്നു. 1 വർഷം കഴിഞ്ഞു കൃപാചാര്യൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വലിയച്ഛൻ്റെ ഉണ്ണികൾക്കും ഞങ്ങൾക്കും ഒരുമിച്ചായി പരിശീലനം. മുതിർന്ന 3 ശിഷ്യന്മാർ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവും. തേരും ആനയും കുതിരയും കാലാളും വെച്ച് ചതുഷ്പാദങ്ങളിൽ യുദ്ധം പഠിക്കേണ്ടവരാണ് രാജകുമാരന്മാർ. ഒറ്റത്തേരിൽ ശത്രുക്കളെ ജയിക്കാൻ കഴിയുമ്പോഴേ രഥവീരനാവൂ. ഒറ്റത്തേരിൽ കാശി രാജ്യത്തിന് പോയി ഭീഷ്മാചാര്യൻ മുത്തശ്ശിമാരെ കൊണ്ടുപോരുമ്പോൾ നടത്തിയ യുദ്ധത്തിൻ്റെ വീരകഥകൾ സൂതരുടെ ഗാഥകളിലുണ്ട്. ആയുധപാഠം കഴിഞ്ഞാൽ വീണ്ടും കുളിച്ച് ഭക്ഷണം. അതിനായി അകത്തളത്തിൽ പോകുന്നതിനു മുൻപ് അമ്മയെ ചെന്നു കാണണം. ആ മന്ദിരത്തിൽ ഇപ്പോൾ അമ്മ മാത്രമേയുള്ളൂ. അതിൻ്റെ തെക്കേ ശാഖ ഒഴിഞ്ഞുകിടക്കുന്നു. അവിടെയായിരുന്നു മുത്തശ്ശിമാർ അംബികയും അംബാലികയും വലിയ മുത്തശ്ശി സത്യവതിയും. അച്ഛൻ്റെ സംസ്കാരം കഴിഞ്ഞ ദിവസം അവർ പിതാമഹൻ കൃഷ്ണദ്വൈപായനൻ്റെ കൂടെ വനവാസത്തിനിറങ്ങി. ശേഷിച്ച കാലം തപസ്സനുഷ്ഠിച്ച് ദേവപദം എന്ന വിശിഷ്ട സ്വർഗത്തിലെത്താനാണ് അവർ പോയിരിക്കുന്നതെന്ന് കൊട്ടാരത്തിൽ അന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നീടറിഞ്ഞു ഹസ്തിനപുരത്തിൽ കലാപങ്ങളുണ്ടാവുമെന്നും അത് കാണാനിടവരാതെ നേരത്തെ സ്ഥലം വിടുകയാണ് നല്ലതെന്നും ഉപദേശിക്കുകയാണ് അദ്ദേഹം ചെയ്തതത്രേ. സംസ്കാരക്രിയകൾ ചെയ്യിക്കുന്ന ബ്രാഹ്മണരുടെ പൂജാവിധികൾ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം അകലെ മാറി നിന്നു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ശരിക്കും കാണുന്നത്. ശതശൃംഗത്തിൽ ചിലപ്പോൾ രാത്രിയിൽ അദ്ദേഹം വന്നിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ചാരം പൂശിയിട്ടുണ്ട്. കറുത്തുമെലിഞ്ഞ ശരീരത്തിലാകെ വാരി വലിച്ചു കെട്ടിയ ജടപിടിച്ച ശിരസ്, കഴുത്തു കാണാത്ത വിധം വളർന്ന മഞ്ഞ നിറത്തിലുള്ള താടി, അരയിൽ പരുക്കൻ മരവുരി, തിളങ്ങുന്ന ഇളം ചുവപ്പ് നിറമുള്ള കണ്ണുകൾ. കർമ്മങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹത്തെപ്പറ്റി ഞങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിനു മരണമില്ല. അദ്ദേഹത്തെപ്പോലെ വേദവും ശാസ്ത്രവും അറിയുന്നവർ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടു ഭയന്ന് കണ്ണടച്ചു പോയതുകൊണ്ടാണ് മുത്തശ്ശി അംബികയുടെ മകനായ വലിയച്ഛൻ അന്ധനായത്. ഭയന്ന് വിളറിയ അംബാലിക മുത്തശ്ശി പ്രസവിച്ചത് ശരീരശക്തി ഇല്ലാത്ത എൻ്റെ അച്ഛനെയും. വലിയച്ഛൻ്റെ അമ്മ തനിക്കു പകരം ദാസിയെ അയച്ചു. ദാസി ഭയന്നില്ല. അതുകൊണ്ട് വൈകല്യങ്ങളൊന്നുമില്ലാത്ത മകനുണ്ടാവാൻ അദ്ദേഹം അനുഗ്രഹിച്ചു. രൂപം കൊണ്ട് ഭയപ്പെടാത്ത ആ ദാസി ഇപ്പോൾ കൊട്ടാരത്തിലുണ്ടോ എന്ന് അറിയില്ല. ആരും അവരെപ്പറ്റി പറഞ്ഞു കേട്ടില്ല. കൃഷ്ണദ്വൈപായനൻ്റെ അനുഗ്രഹം കൊണ്ടാണത്രേ വിതുരർ ആചാര്യന്മാർ കൂടി ബഹുമാനിക്കുന്ന ബുദ്ധിമാനായത്. ഭയപ്പെടത്തക്കവണ്ണം ഒന്നും അദ്ദേഹത്തിൽ ഞാൻ കണ്ടില്ല. പക്ഷേ അദ്ദേഹം എല്ലാവരിൽ നിന്നും അകന്നു നിന്നു. സംസാരിക്കുവാൻ ആരും അടുത്തു ചെന്നില്ല. പ്രായാധിക്യം കൊണ്ട് കൂനിക്കൂടിയ അമ്മയെയും എൻ്റെ മുത്തശ്ശിമാരെയും കൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ അനുയാത്രയും വിലാപവും പാടില്ല എന്ന് അദ്ദേഹം കൽപ്പിച്ചിരുന്നുവത്രേ. അമ്മ തനിച്ചാണിപ്പോൾ. ശുകാചാര്യൻ്റെയും കൃപാചാര്യൻ്റെയും കീഴിൽ തങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്ന് അമ്മയ്ക്കറിയില്ല എന്നായിരുന്നു എൻ്റെ ധാരണ. ആയുധപുരയുടെ പരിസരത്തിലൊന്നും അമ്മ വരാറില്ലല്ലോ. പക്ഷേ ഒരു ദിവസം അമ്മ എന്നെ തനിയെ വിളിച്ചു. പഠിപ്പ് നന്നായി നടക്കുന്നില്ലേ? ഉവ്വ്. ഉണ്ണിക്ക് ഏതിലാണ് കൂടുതൽ താല്പര്യം? കൃപാചാര്യർ യന്ത്രമുക്തം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പാണിമുക്തവും മുക്തസന്ധാരിതവും പഠിപ്പിക്കുന്നത് ശിഷ്യന്മാരാണ്. ശുകാചാര്യൻ ആരംഭിച്ച പാണിമുക്തത്തിൽപ്പെട്ട ഗദായുദ്ധത്തിലായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷേ ഞാൻ വെറുതെ പറഞ്ഞു.
ബാഹുയുദ്ധം. അമ്മയുടെ മുഖം കറുത്തു. നീചന്മാർക്കുള്ളതാണ് ബാഹുയുദ്ധം, ക്ഷത്രിയർ അറിയേണ്ടതു തന്നെ. പക്ഷേ പിന്നെ അമ്മ എന്തോ ആലോചനയിലെന്ന പോലെ ഇരുന്നു. വലിയച്ഛൻ്റെ ഉണ്ണികളെ നീ ദ്രോഹിക്കുന്നുവെന്ന് കേട്ടല്ലോ. ഞാൻ കൃത്യമായി എന്തു മറുപടി പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. അമ്മ പറഞ്ഞു, കുറ്റം എപ്പോഴും നമുക്കാവും, അത് ഓർമ്മിച്ചു നടന്നോളൂ. കുലദ്രോഹി എന്ന പേർ കേൾപ്പിക്കരുത്. കുലം മുടിക്കാൻ പിറന്നവൻ ഞാനല്ല, ദുര്യോധനനാണ്. അവനെ കൊണ്ടാണ് ആപത്തുകൾ വരാൻ പോകുന്നതെന്ന് കൃഷ്ണദ്വൈപായന പിതാമഹൻ തന്നെ പറഞ്ഞിരിക്കുന്നുവെന്ന് സൂതന്മാർ കുശുകുശുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ എന്നെപ്പറ്റി കള്ളക്കഥകൾ പറയുന്നുണ്ടോ എന്നായിരുന്നു എൻ്റെ ഭയം. പാഠങ്ങളില്ലാത്തപ്പോൾ ഞാൻ ആനപ്പന്തിയിൽ പോവുക പതിവായിരുന്നു. ഹസ്തിപന്മാരുടെ കൂട്ടത്തിൽ കൂനിക്കൂടി നടക്കുന്ന ഒരു വൃദ്ധനുണ്ട്. ആന ചീറുമ്പോഴത്തെ കാറ്റേറ്റാൽ വീണുപോകുമെന്ന് തോന്നും. പക്ഷേ അയാൾ പറഞ്ഞാൽ ഏതു മതഗജവും അനുസരിക്കും. ആനകളുടെ ശാസ്ത്രവും ചികിത്സയും ഋഷിമാരിൽ നിന്ന് പഠിച്ചതാണ് അയാൾ. അയാളുടെ കൂടെ ആനപ്പന്തിക്കകത്തു കയറാൻ എന്നെ അനുവദിച്ചിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആനയ്ക്ക് ഒരു ചെറിയ പർവ്വതത്തോളം വലിപ്പമുണ്ട്. കുരുവംശത്തിലെ പഴയ രാജാക്കന്മാരുടെ പേരുകളാണ് പല ആനകൾക്കും. ആനകളിൽ താൽപ്പര്യമുള്ള ഉണ്ണിയായ എനിക്ക് വൃദ്ധൻ ചെറിയ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു. തുമ്പിക്കൈയിൽ തൊടാം, കരിമ്പിൻ കഷ്ണങ്ങൾ കൊടുക്കാം, മദജലം പൊടിയാൻ തുടങ്ങുന്ന സ്ഥാനം കാണിച്ചു തരികയായിരുന്നു വൃദ്ധൻ. അപ്പോൾ ആനപ്പന്തിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് അകലെ 3 പേർ നിൽക്കുന്നത് കണ്ടു. ദുര്യോധനൻ, ദുശാസനൻ, യുധിഷ്ഠിരൻ. പുറത്തു കടന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. മൂന്നാമൻ യുധിഷ്ഠിരനല്ല, കർണനാണ്. അന്നയാളുടെ പേർ പോലും എനിക്കറിയില്ല. കൃപാചാര്യരുടെ പാഠങ്ങൾക്ക് വരുമ്പോൾ കൗരവരുടെ കൂടെ വരാറുള്ള കുട്ടികളിലൊരാൾ. ആ നിൽപ്പും ഭാവവും എനിക്കറിയാം. 3 പേർ ചേർന്ന് എന്നെ ഇടിച്ചു വീഴ്ത്താനാണ് ഭാവം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നാൽ എനിക്ക് ഭയമില്ല. ആനപ്പന്തികളിലെ ദാസന്മാരുടെ മുമ്പിൽ വെച്ച് വേണ്ട തോൽവി എന്നു കരുതി ഞാൻ അവരെ നേരിടാതെ എതിർവശത്തെ വാതിൽ കടന്നു നടന്നു. വൃദ്ധ ഹസ്തിപനോട് പറഞ്ഞു, നേരമായി, കുളിക്കാൻ പോകട്ടെ. തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ പിന്നിൽ ഓടിയടുക്കുന്ന കാലടി ശബ്ദം കേട്ടു. ഭയം കൊണ്ട് കാലടികളിൽ വിറകയറി. ഓടിയാലോ? പിന്നെ അത് കുട്ടികളുടെ ഇടയിൽ ഒരു വലിയ കഥയായി മാറും. ഭീമൻ മന്ദൻ മാത്രമല്ല, പേടിത്തൊണ്ടനുമാണ്. ദുര്യോധനൻ പലരെയും അനുസരണം പഠിപ്പിച്ച കഥകൾ കുട്ടികൾക്കിടയിൽ പ്രസിദ്ധമാണ്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ദുര്യോധനൻ മന്ദഹസിക്കുന്നു. അയാൾ മന്ദഹസിക്കുന്നത് ഞാൻ ആദ്യം കാണുകയാണ്. പ്രതിബിംബത്തിലെന്ന പോലെ അപ്പോൾ ദുശാസനനും മന്ദഹസിച്ചു. അനുജൻ ജ്യേഷ്ഠൻ്റെ നിഴൽ പോലെ എപ്പോഴും പറയുന്നതനുസരിച്ച് കൂടെ നടക്കുന്നവനാണ്. അവനും എനിക്കൊപ്പം വളർച്ചയുണ്ട്, ശക്തിയുണ്ട്. നല്ല പോലെ നോക്കിക്കോളൂ ദുര്യോധന. കൗരവരെ മുഴുവൻ കൊല്ലാൻ പിറന്ന വൃഗോദരനെ ശരിക്കു കണ്ടോളൂ. പറഞ്ഞത് കർണനാണ്. അമ്മ ദാസിമാരിൽ മൂത്തവളോട് കളിയായി പറഞ്ഞു. രണ്ടാമത്തെ ഉണ്ണി വൃഗോദരൻ തന്നെ. എന്തു കഴിച്ചാലും വിശപ്പാണ്. സ്നേഹത്തോടെ, ലാളനയോടെ അമ്മ പറഞ്ഞ വാക്ക് പിന്നെ അടുക്കളത്തളങ്ങളിൽ എൻ്റെ പരിഹാസപ്പേരായി. പുറത്തളങ്ങളിലും അങ്കണങ്ങളിലും കൂടി എത്തിയപ്പോൾ അത് ഭീമസേനൻ്റെ പര്യായമായി. പക്ഷേ അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അരിശം അകമാകെ പടർന്നു കയറും. ഞാൻ വിഡ്ഢിയെപ്പോലെ നിന്നു. മന്ദ, നീയാണോ കൗരവരെ കൊന്നുകളയാൻ പോകുന്നത്? ദുര്യോധനൻ എൻ്റെ മുമ്പിൽ നിന്ന് പുച്ഛത്തിൽ ചിരിച്ചു. ദുശാസനൻ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെയായിരിക്കും. പതുക്കെ എൻ്റെ പിന്നിലേക്ക് മാറി. മൂന്നാമൻ കളി കാണാൻ തയ്യാറായി രസിച്ച് അകലെ തന്നെ നിന്നു. തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുന്ന അമ്പരന്ന നിമിഷങ്ങളിലും ഈ കർണന്, ദുര്യോധന സംഘത്തിൽ നടക്കുന്ന ഏതോ സൂതപുത്രന്, യുധിഷ്ഠിരനോട് എത്ര സാദൃശ്യം എന്ന് തോന്നി. പക്ഷേ കർണൻ്റെ മുഖത്തെ ആ കൈപ്പുള്ള ചിരി ഒരിക്കലും യുധിഷ്ഠിരൻ്റെ മുഖത്ത് വരില്ല. ഇവിടെ ശുകാചാര്യൻ്റെ ധനുർവേദ നിയമങ്ങൾക്ക് അർത്ഥമില്ല എന്ന് ഞാൻ ഉടനെ തീരുമാനിച്ചു. കാലുകൾ അകറ്റിവെച്ച് ചെറുവിരൽ തുമ്പുകളിൽ മാത്രം ഊന്നി നിന്ന് മുട്ടുറപ്പിച്ചു. വൈശാഖത്തിലാണ് ദുര്യോധനൻ്റെ നിൽപ്പ്. എൻ്റെ ഇടതുവശത്തായി നിലയുറപ്പിച്ച ദുശാസനൻ മുട്ടുവളച്ച് അർത്ഥമണ്ഡലത്തിലാണ്. അകന്നു നിൽക്കുന്ന സൂതപുത്രൻ്റെ അടക്കിപ്പിടിച്ച ചിരി. ഭയപ്പാടിനു പകരം രോഷം കത്തിപ്പടർന്നു. ആനപ്പന്തിയുടെ പുറത്ത് അങ്കണം ഒഴിഞ്ഞുകിടന്നു. അവിടേക്ക് കാവൽക്കാരോ ദാസിമാരോ വരുന്നതിനു മുൻപേ ഇതവസാനിപ്പിക്കണം. അമ്മയുടെ മടിയിലിരിക്കെ കാട്ടാളന്മാർ തേനും കന്മദവും കാഴ്ചവെച്ച് പോകും മുമ്പേ വിനോദത്തിനായി മല്ലടിക്കുന്നത് ഞാൻ കുട്ടിക്കാലത്ത് ശതശൃംഗത്തിൽ വച്ച് കണ്ടിട്ടുണ്ട്. പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് വീണവർ പിടിവിടാതെ മല്ലടിച്ച് മുകളിലെത്തുന്നു. കാഴ്ചയ്ക്ക് കുട്ടിത്തം വിടാത്ത ഒരു കുമാരൻ ഒരിക്കൽ ഒരു മഹാകായനെ എടുത്തെറിയുന്നത് കണ്ടു. അവസാനം അവൻ മണ്ണുപുരണ്ട മുഖത്താകെ ചിരിയോടെ നിലം തൊട്ട് കുമ്പിട്ട് യാത്ര പറയുമ്പോൾ അമ്മ അവനൊരു പൊൻവള സമ്മാനമായി എറിഞ്ഞുകൊടുത്തു. ഇവിടെ കാട്ടിലെ നിയമങ്ങളാണ് എനിക്ക് ഉപകരിക്കുക.
പാവം മന്ദൻ പേടിച്ചു വിറയ്ക്കുന്നു. വിട്ടുകളയൂ, 101 ഏത്തമിടുവിച്ച് വിട്ടുകളയൂ, കർണൻ പറഞ്ഞു. ആക്രമണത്തിന് കാത്തു നിൽക്കാതെ ഞാൻ മുൻപോട്ട് കുതിച്ചു. അതൊരു തന്ത്രമായിരുന്നു. ദുര്യോധനന്റെ നേർക്കാണെന്നു കരുതി നിൽക്കുന്ന ദുശാസനൻ ഞാൻ പൊടുന്നനെ ഇടം തിരിഞ്ഞ് മാറടക്കി അരണിയാൽ ആഞ്ഞടിക്കുമെന്ന് കരുതിയതല്ല. അവൻ തെറിച്ചു വീണു. കാലിടറിയ ഞാൻ നിലയുറപ്പിക്കും മുമ്പ് ദുര്യോധനൻ പറന്നുകൊണ്ടെന്ന പോലെ എൻ്റെ ദേഹത്തിൽ വന്നു വീണു. തെറിച്ചുപോയ ഞാൻ പുറം പന്തിയിലെ മരത്തടിയോട് ചേർന്നാണ് വീണത്. കർണൻ്റെ ചിരി അപ്പോഴും കേട്ടു. പക്ഷേ ദുര്യോധനനും വീണുപോയിരുന്നു. കാട്ടിൽ ഓടിക്കളിച്ച് വളർന്ന എൻ്റെ വേഗം അവനറിയില്ല. എഴുന്നേൽക്കും മുമ്പേ ഞാൻ അവൻ്റെ പുറത്തു ചാടി. കൈത്തണ്ട കൊണ്ട് കഴുത്തടക്കിപ്പിടിച്ച് വാരിയെല്ലുകളിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. സഹായത്തിന് ഓടിക്കിതച്ചു വന്ന ദുശാസനനെ വാരിപ്പിടിച്ചപ്പോൾ വലം കൈയിൽ മുടിയാണ് ഒതുങ്ങിയത്. പിടഞ്ഞുകുതറി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഇവർ പിടിവിട്ടാൽ എന്നെ മർദ്ദിച്ചവശനാക്കുമെന്നറിയാം. അപ്പോൾ 2 കൈകളിലും സൗകര്യത്തിൽ കിട്ടിയ തലകൾ കൂട്ടിയിടിച്ചു. വേദനയുടെ ശബ്ദം ദുശാസനിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ഉത്സാഹമായി. വീണ്ടും തലകൾ കൂട്ടിയിടിച്ചു. ഇപ്പോൾ ദുര്യോധനനും ശബ്ദിച്ചു. വേദനയേക്കാൾ രോഷമാണ് ആ അലർച്ചയിൽ. ഇവർ എഴുന്നേൽക്കാൻ വയ്യാത്ത നിലയിലായിട്ട് വേണം ചിരിച്ചു കളി കാണാൻ നിന്ന സൂതപുത്രനെ വകവരുത്താൻ. വിടു ഉണ്ണി വിടു. ആരുടെയൊക്കെയോ ബഹളം. ആരോ അധികാരത്തോടെ എൻ്റെ അഴിഞ്ഞ മുടിക്കെട്ടിൽ പിടിച്ചു വലിച്ചു. നോക്കുമ്പോൾ കൃപാചാര്യർ. കർണൻ വിളിച്ചു കൊണ്ടുവന്നതാണ് എന്ന് വ്യക്തമായിരുന്നു. അവൻ തനിക്കതിൽ പങ്കില്ലെന്ന ഭാവത്തിൽ അകലെ അപ്പോഴും ഒതുങ്ങി നിന്നു. കരഞ്ഞും ശോഭിച്ചും ഉദ്ദേശിച്ചത് പറയാനാവാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടു നിന്നു ജ്യേഷ്ഠാനുജന്മാർ. ഇവൻ എപ്പോഴും ഇങ്ങനെയാണ്, ഒന്നും ചെയ്യാതെ നിന്ന ഞങ്ങളെ. തുടങ്ങിയത് ഞാനല്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അകലെ മാറി നിൽക്കുന്ന കർണനെ ഞാൻ നോക്കി. മൂന്നാമനായി താൻ കൂടി വന്നാലും എനിക്കൊന്നുമില്ല എന്ന് അവനറിയണം. അവന് തനിച്ചു കിട്ടുമ്പോൾ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരു ചമ്മട്ടിയാണ് വേണ്ടത്. കളികൾ ആയുധപുരയിൽ വച്ച് മാത്രം മതി എന്ന് കൃപാചാര്യർ പറഞ്ഞു. ദുര്യോധനൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അതവസാനിച്ചിട്ടില്ല എന്ന മട്ടിൽ എന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ ധൃതിയിൽ നടന്നു. നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ്, ഇപ്പോഴേ പോരു തുടങ്ങിയോ? കൃപാചാര്യർ ശോഭമൊതുക്കുകയായിരുന്നു. ഞാൻ ഒന്നും പറയാതെ നിന്നു. തന്നോട് തന്നെ എന്തോ പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം പോയി. അന്ന് നദീതടത്തിൽ എത്തിയപ്പോൾ ജ്യേഷ്ഠനും അനുജന്മാരും കുളി കഴിഞ്ഞു മടങ്ങുകയായിരുന്നു. നീ എവിടെയായിരുന്നു? യുധിഷ്ഠിരൻ ചോദിച്ചു. ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല. ദുര്യോധനനെ വേദനിപ്പിച്ചു വിട്ടത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കൃപാചാര്യർ അതൊരു വലിയ കാര്യമായി എടുക്കില്ല. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അമ്മ ചോദിച്ചു, ഉണ്ണി, ദുര്യോധനനെ ഒളിഞ്ഞിരുന്ന് അടിച്ചു വീഴ്ത്തിയോ? അമ്മയുടെ സമീപത്ത് യുധിഷ്ഠിരനുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ കഥ കേട്ട ഉടനെ അമ്മയെ അറിയിച്ചു കഴിഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞു, ഇല്ല. യുധിഷ്ഠിരൻ ഓർമ്മിച്ചു. അസത്യം പറയരുത്. ഞാൻ അമ്മയുടെ നേരെ നോക്കി പറഞ്ഞു, ഒളിഞ്ഞിരുന്നല്ല, 2 പേരും കൂടി. അമ്മ തുടരേണ്ടതില്ല എന്നാംഗ്യം കാട്ടി. ഞാൻ പുറത്തു കടന്നപ്പോൾ കൂടെ വന്ന ജ്യേഷ്ഠൻ പറഞ്ഞു, വലിയച്ഛൻ്റെ കൊട്ടാരത്തിലെ കുട്ടികളെല്ലാം ചേർന്ന് നിന്നെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? ഞാൻ കേട്ടു. നടന്നതെന്താണെന്ന് ഞാൻ അർജുനനോട് മാത്രം വിശദമായി പറഞ്ഞു. കരുതി നടന്നോളൂ, അവൻ ഉപദേശിച്ചു. അപരാഹ്നത്തിലും അവൻ കൃപാചാര്യരുടെ അരികെ പോയി അസ്ത്രവിദ്യ പഠിക്കുന്നുണ്ട്. അസ്ത്രവിദ്യയെപ്പറ്റിയാണ് അവൻ എപ്പോഴും പറയാനുള്ളത്. ഞങ്ങൾ തനിച്ചാവുമ്പോഴെല്ലാം ഒറ്റത്തേരിൽ രാജാക്കന്മാരെ മുഴുവൻ വെല്ലുവിളിക്കാനുള്ള കഴിവുണ്ടാവണം. പിതാവായ ഇന്ദ്രനെ അവൻ നിത്യവും ധ്യാനിക്കുന്നുണ്ട്. ഒരിക്കൽ തനിക്ക് അദ്ദേഹം ദിവ്യാസ്ത്രങ്ങൾ തരാൻ വരുമെന്ന് അവൻ വിശ്വസിക്കുന്നു. അമ്പും വില്ലുമല്ല എനിക്ക് വഴങ്ങുന്നത്. അതുകൊണ്ട് ശുകാചാര്യനിൽ നിന്ന് ഗദായുദ്ധം മാത്രം പഠിച്ചാൽ മതിയെന്നവൻ ഉപദേശിച്ചു. അന്ന് നദീതീരത്ത് സന്ധ്യാവന്ദനം കഴിഞ്ഞ് ഞാൻ തനിയെ നിന്നു. എനിക്ക് ജന്മം നൽകിയ വായുദേവനെ ധ്യാനിച്ചു. മഹാബലനാവാൻ എന്നെ അനുഗ്രഹിക്കൂ. എല്ലാ ശസ്ത്രാസ്ത്രങ്ങളിലും അവിടുത്തെ പുത്രൻ ഭീമസേനൻ മുമ്പിലാവട്ടെ. പിതാവായ ദേവനെ പ്രീതിപ്പെടുത്താൻ ഞാൻ എന്തു ചെയ്യണം? ആരോട് ചോദിച്ചാലറിയാം? ഒരുപക്ഷെ ബുദ്ധിമാനായ ഇളയച്ചൻ വിതുരർക്കറിയാം. പക്ഷേ ചോദിക്കാൻ ധൈര്യം തോന്നിയില്ല. അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ പരിസരത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ വളരെ അകലെയാണെന്ന് തോന്നും. യുധിഷ്ഠിരനോട് മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. തേർ യുദ്ധത്തിന് യുധിഷ്ഠിരൻ, അസ്ത്രവിദ്യയ്ക്ക് അർജുനൻ. ആചാര്യന്മാർ തുടക്കത്തിൽ തന്നെ തരംതിരിവ് നടത്തി കഴിഞ്ഞിരുന്നു. യുധിഷ്ഠിരൻ രാജാവാകേണ്ടവനാണ്. രാജാക്കന്മാർ തേർ യുദ്ധത്തിൽ വിദഗ്ധരാവണം. ഇന്ദ്രൻ്റെ മകനായതുകൊണ്ട് വില്ലാളി വീരനാവുമെന്ന് അശരീരികൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. അതുകൊണ്ട് അർജുനനും പ്രത്യേകം പാഠങ്ങളുണ്ട്. അന്തപുരത്തിലെ ദാസിമാരുടെയും സന്ദർശനത്തിന് വരുന്ന ക്ഷത്രിയ സ്ത്രീകളുടെയും മുമ്പാകെ വെച്ച് നകുല സഹദേവന്മാരെ അമ്മ ഇപ്പോഴും ഓമനിക്കാറുണ്ട്. എനിക്ക് മാതൃപുത്രരായ ഈ യമന്മാരാണ് എൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് പിറന്നവരേക്കാൾ പ്രിയപ്പെട്ടവർ.
നകുല സഹദേവന്മാർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ അർജുനനോട് അമ്മയ്ക്ക് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അമ്മ പുറത്തു പറയാറില്ല. കോമളമായ കറുപ്പു നിറമുള്ള അർജുനനോട് എല്ലാ അന്തഃപുര സ്ത്രീകൾക്കും കൂടുതൽ സ്നേഹം തോന്നിയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ അവരുടെ കണ്ണുകളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കൊട്ടാരത്തിൽ വന്ന നാടോടികളായ മാഗധർ അർജുനനെപ്പറ്റി പാടി. ഭാവി അറിയുന്നവരത്രേ ഈ ഗായകർ. വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ അമ്പൊടുങ്ങാത്ത ആവനാഴിയും ദിവ്യചാപവുമായി അവൻ ലോകം കീഴടക്കുന്ന കഥകൾ അവർ പാടി. അപ്സര സ്ത്രീകൾ കൂടി അവൻ്റെ കറുത്ത മേനിയുടെ അഴക് കണ്ടു കാമിച്ച് അസ്വസ്ഥരാവും. അഗ്നിയും വരുണനും കൂടി അവൻ്റെ അസ്ത്രമുനകളുടെ ആജ്ഞ അനുസരിക്കും. അമ്മ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. പാടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വർണ്ണ നിഷ്കങ്ങൾ വാരിക്കൊടുത്തു. വടക്കു പടിഞ്ഞാറെ ദിക്കിലേക്ക് നോക്കി അവിടെ കാവൽ നടത്തുന്ന വായു ഭഗവാനെ ഞാൻ ധ്യാനിച്ചു. എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ? അകലങ്ങളിൽ എവിടെയോ ഉള്ള എൻ്റെ പിതൃദേവൻ. അപ്പോൾ ജലനിരപ്പിൽ ഞൊറികൾ വിരിഞ്ഞ പോലെ 1000 അലകൾ ഇളകി. അകലെ എവിടെയോ നിന്ന് ഓടിയെത്തിയ ഒരിളം കാറ്റ് എൻ്റെ മുടിയിഴകളെ പറപ്പിച്ചു. നേർത്ത ജലകണങ്ങളുടെ നനവുള്ള അദൃശ്യകരങ്ങൾ എന്നെ ആശ്ലേഷിക്കുന്നു. എൻ്റെ ചെവിയിൽ ആരോ മന്ത്രിച്ചു. ഞാൻ കേൾക്കുന്നു, ഞാൻ കേൾക്കുന്നു.